Hello. Welcome back to another video of X and Y Learning. X and Y Learning ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അഥവാ AMUനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഷെദീദ് സർ വന്നിട്ടുള്ളത്. ഷെദീദ് സർ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ X and Y Learningന്റെ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ X and Y Learningന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോസും ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എസ്പെഷ്യലി 6th സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെയുള്ള സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ X and Y Learningന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം AMUനെ കുറിച്ച് ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഈ ഒരു സർവകലാശാലയെ കുറിച്ച് AMUനെ കുറിച്ച് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നതെന്ന് പറയാം. അപ്പം ഒരു ചോദ്യം കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നിങ്ങൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മുന്നേ കേട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ല സർ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെയാണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോ എന്ന് കമന്റ് ചെയ്യുക. അപ്പം കേട്ടവരെന്ത് ചെയ്യുക, ആദ്യം കേട്ടിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയാം. ആദ്യമായിട്ടാണ് കേൾക്കുന്നവരെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നോ, മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് എന്ത് ചെയ്യണത്, ഷെയർ ചെയ്യുന്നത്. അപ്പം ഒരു കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയാലോ. പലരും കേട്ടിട്ടുള്ള പലരും സോഷ്യൽ സയൻസിലായിരിക്കും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കേട്ടിട്ടുണ്ടാവുക. അലിഗഡ് മൂവ്മെന്റ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ അദ്ദേഹം സ്ഥാപിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ 7ാം ക്ലാസ്സിലും ചെറിയ ക്ലാസ്സുകളിലും 10th ആയിട്ടൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് നമുക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും സർ സെയ്ദ് അഹമ്മദ് ഖാനെ കുറിച്ചൊക്കെ. അപ്പം അങ്ങനെ കേട്ടിട്ടുള്ള ആളുകൾ ഈ ഒരു വ്യക്തിയുടെ പേരും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ചിന്തകനും ഒരു എന്താ പറയുക സാമൂഹ്യ പരിഷ്കർത്താവൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി, സോഷ്യൽ റിഫോമറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. അപ്പം ഇത് സ്ഥാപിച്ച സമയത്ത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നുള്ളതായിരുന്നു ഇതിന്റെ പേര്. പിന്നീട് 1920 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നുള്ള ഈ ഒരു പേരിലേക്ക് യൂണിവേഴ്സിറ്റി മാറുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1857 1857 ഇന്ത്യയിൽ 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതാണ്. ആ ഒരു സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ആ സ്വാതന്ത്ര്യ സമരം വല്ലാതെ എഫക്റ്റ് ചെയ്തു. സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും വളരെയധികം പിന്നോട്ടടിച്ചു. അത് എസ്പെഷ്യലി അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്തത്, ആ ഒരു സമരം ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നോട്ട് പോയ ആ ഒരു സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണത്, അലിഗഡിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അലിഗഡിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ മികച്ച സർവകലാശാലകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്തു, അലിഗഡ് യൂണിവേഴ്സിറ്റി മാറി എന്നുള്ളതാണ്. 13 ഫാക്കൽറ്റീസ്, 300-ലധികം കോഴ്സുകൾ, 100 ഡിപ്പാർട്ട്മെന്റ്സ്, 35,000-ലധികം സ്റ്റുഡൻസ് പഠിക്കുന്ന വളരെ വലിയൊരു ക്യാമ്പസ് ആയിട്ട്, ഏകദേശം 1500 ഏക്കറിലധികം വരുന്ന വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിട്ട് എന്ത് ചെയ്തു, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മാറി എന്നുള്ളതാണ്. അപ്പം ഒരുപാട് പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയാണ് അല്ലേ. 1800-കളുടെ അവസാനത്തിൽ 1920 പിന്നീട് അത് യൂണിവേഴ്സിറ്റി ആയിട്ട് AIM എന്നുള്ള പേര് സ്വീകരിക്കണം. അപ്പം 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ലൈബ്രറിയിലെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ വളരെയധികം പണ്ട് മുതലേ കളക്ട് ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പം അധ്യാപകരൊക്കെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുണ്ട്. അപ്പം ഒരുപാട് പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ എന്തുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ തന്നെ സാർ പറഞ്ഞ പോലെ അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റികളിൽ ഒന്നാണ് അവിടുത്തെ മൗലാന ആസാദ് ലൈബ്രറി എന്ന് പറയുന്നത്. അവിടുത്തെ സെൻട്രൽ ലൈബ്രറിയാണ് യൂണിവേഴ്സിറ്റിയിലെ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഇൻ ഏഷ്യയിലെ തന്നെ യൂണിവേഴ്സിറ്റി ലൈബ്രറികളിൽ മികച്ച ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറികളിൽ ഒന്നാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മൗലാന ആസാദ് ലൈബ്രറി. കാരണം ഒരുപാട് വർഷം, 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. അപ്പം അന്ന് മുതലേ കളക്ട് ചെയ്ത് വന്ന ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ റിസർച്ചൊക്കെ, ഗവേഷണം നടത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട്
പുസ്തകങ്ങളൊക്കെ ഉള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മൗലാന ആസാദ് ലൈബ്രറി എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ പിറകിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇത് ഏകദേശം 8 നിലകളുണ്ട്. ആ 8 നിലകൾ കംപ്ലീറ്റ്ലി ബുക്സ് ആണ്. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ 2 ഫ്ലോറിലുള്ള കംപ്ലീറ്റ്ലി റീഡിങ് റൂംസ് ആണ്. നമുക്ക് 18 ഹവേഴ്സ് രാത്രി 2 മണി വരേക്കും അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാം, വായിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ ഈ 8 നിലകളിലായിട്ട് കംപ്ലീറ്റ്ലി ബുക്സും കാര്യങ്ങളും സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈബ്രറിയിൽ പോയിട്ട് കളക്ട് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്, ഒരുപാട് ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളും വളരെ ചീപ്പായിക്കൊണ്ട്. ഹോസ്റ്റലിൽ അവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്. പിന്നെ ഫുഡിന് നമുക്ക് പെർ മന്ത് ആവറേജ് 1500 റുപ്പീസ് ആണ് എന്ത് ചെയ്യുക എക്സ്പെൻസ് വരിക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8000 9000 ഒക്കെയാണ് പല സ്ഥലങ്ങളിലും ഒരു മാസം താമസത്തിനും ഫുഡിനും കൂടി വരിക. അപ്പോൾ ഇവിടെ ആകെ 1500 രൂപയാണ് ആവറേജ് എന്ത് ചെയ്യുക 1 മന്ത് എക്സ്പെൻസ് ഒരാൾക്ക് ഫുഡിന് വേണ്ടിയിട്ട് വരുന്നത്. താമസം ഹോസ്റ്റലിൽ ഫ്രീ ആയിരിക്കും. അപ്പം അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. അപ്പം ഇത് അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ പണ്ടേക്കുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ ഓക്സ്ഫോർഡ് എന്നുള്ളതാണ്. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഈ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്സ്ഫോർഡും അവിടെയുള്ള കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയൊക്കെ സന്ദർശിച്ച് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ വന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള പല കാര്യങ്ങളും ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിലും കാര്യങ്ങളിലൊക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഉണ്ടായുള്ള അലിഗഡിലുള്ള വൺ ഓഫ് ദ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള സ്ട്രാച്ചി ഹാളിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സ്ക്രീനിൽ കാണുന്നത്. അപ്പം ഇന്ന് ഇതിൻ്റെ സൈഡിൽ ഈ ഒരു ഹോളും ഇതിൻ്റെ ഹോളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലെ ഭാഗങ്ങളൊക്കെ സ്റ്റുഡൻസിനുള്ള റെസിഡൻഷ്യൽ റൂംസും റീഡിംഗ് റൂം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു ക്യാമ്പസിൻ്റെ ഹോസ്റ്റലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകതയാണ് JNMC. നമ്മുടെ വീഡിയോ കാണുന്ന പല കുട്ടികളും എന്താ പറയുക മെഡിക്കൽ പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാകും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാകും. അവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അപ്പോൾ അത് പലർക്കും അത്ര ഫെമിലിയർ ആവുന്ന അറിയാത്തൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും നീറ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ IITസിനെ കുറിച്ചും എയിംസിനെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ എയിംസിനെ പോലെ തന്നെ ഇന്ത്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ വരുന്ന ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. എസ്പെഷ്യലി ഡൽഹിയിലുള്ള മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് ഉണ്ട്. പിന്നെ അതേപോലെ ജിപ്മറിനെ കുറിച്ചൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുണ്ടാവും. അതേപോലെ വെല്ലൂരുള്ള CMC ഉണ്ട്. അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യ റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉയർന്ന റാങ്കിങ്ങിൽ വരുന്ന ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. അതിൽ പെടുന്ന ഇന്ത്യയിലെ തന്നെ റാങ്കിങ്ങിൽ ഉയർന്നു വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ആണ് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ്. അത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജ് ആണ്. അപ്പോൾ അവിടേക്കുള്ള എൻട്രൻസും കാര്യങ്ങളും നടക്കുന്നത് നീറ്റ് എക്സാമിനേഷൻ ത്രൂ ആണ്. നീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പരീക്ഷയാണ് നീറ്റ് എന്നുള്ളത്. അപ്പം നീറ്റ് ത്രൂ, നീറ്റിൽ നല്ല സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 670 680+ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാലാണ് ഈ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യുക അഡ്മിഷൻ കിട്ടുക. അപ്പം ഇന്ത്യയിൽ തന്നെ റാങ്കിങ്ങിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജും കൂടിയാണ്. വലിയ ക്യാമ്പസും വിശാലമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളും നല്ല അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് JNMC എന്നാണ് പറയാറുള്ളത്. ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് ഉള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ജാക്കിർ ഹുസൈൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. അവിടേക്ക് അലിഗഡിൻ്റെ സ്പെഷ്യൽ എക്സാമിനേഷൻ JEE അതുപോലെയുള്ള എക്സാമിനേഷൻ ത്രൂ അല്ല, അലിഗഡിൻ്റെ സെപ്പറേറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അത് ത്രൂ ആണ്. അവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്താൻ പറ്റും. മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കൂടിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് AMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോർട്സിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ്, ഗ്രൗണ്ട്സ്, കാര്യങ്ങൾ, സ്വിമ്മിംഗ് പൂള്, പുതിയ സ്വിമ്മിംഗ് പൂള്, പഴയതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് സ്വിമ്മിംഗ് ഒക്കെ താല്പര്യം ഇൻട്രസ്റ്റഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടുത്തെ സ്വിമ്മിംഗ് ക്ലബ്ബിൽ. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ടെന്നീസ് കോർട്ട് ഉണ്ട്.
ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ തുടങ്ങി നമുക്ക് സ്പോർട്സിന് വേണ്ട ഒരുവിധം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളിലാണ് എക്സൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൾച്ചറൽ എഡ്യൂക്കേഷൻ സെൻറ്റർ CEC എന്ന് പറയും. നിങ്ങൾക്ക് ഡ്രാമ അല്ലെങ്കിൽ ഡിബേറ്റിംഗ് ക്ലബ്ബ്, അതുപോലെ തന്നെ മ്യൂസിക്, ഡാൻസ്, അത്തരം കാര്യങ്ങളിലൊക്കെ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ സെപ്പറേറ്റ് ഏരിയ യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പുകൾ കാര്യങ്ങൾ കിട്ടും. അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ കീഴിൽ അമൂമ എന്ന് പറഞ്ഞുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അവിടുത്തെ അലൂമിനി നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. വിദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അലിഗഡിൽ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്, നല്ല ഹൈ പൊസിഷൻസിലൊക്കെ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ, അവിടുത്തെ അലൂമിനീസ് ആയിട്ടുള്ള ആളുകൾ. അവരെന്ത് ചെയ്യുന്നു, അവിടെ കറൻ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, പല രൂപത്തിലുള്ള സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UK പഠിക്കുന്നവരും വർക്ക് ചെയ്യുന്നവരും US വർക്ക് ചെയ്യുന്നവരും അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കോളർഷിപ്പ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് എന്തുണ്ട് AMU പഠിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് AMU മനോഹരമായിട്ടുള്ള മറ്റൊരു ബിൽഡിംഗ് ആണ്. AMU ജമാ മസ്ജിദ് എന്ന് പറയും. വലിയ പള്ളിയാണ്, ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ്റെ ടൈമിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണിത്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ആർട്ട് ഗാലറി ഉണ്ട്. ചിത്രങ്ങൾ, അങ്ങനെ ചിത്രരചന അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ആർട്ട് ഗാലറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള, ഇപ്പോൾ ഈ ഒരു കാണുന്നത് അന്നത്തെ പണ്ട് മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മെയിൻ ബിൽഡിംഗ് ആണ്, മെയിൻ കവാടാണ്, ഗേറ്റ് ആണ്. ഇത് വിക്ടോറിയ ഗേറ്റ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇപ്പോഴത്തെ നിലവിൽ ബാബെ സെയ്ദ് എന്ന് പറഞ്ഞ മെയിൻ ഗേറ്റ് ആണ് ഫസ്റ്റ് ഇമേജ് നിങ്ങൾ കണ്ടത് വീഡിയോ തുടങ്ങുന്ന സമയത്ത്. അപ്പം ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ, ഇതൊക്കെ പണ്ടത്തെ ലെഗസി വിളിച്ചോതുന്ന അന്നത്തെ സ്റ്റൈൽ ഓഫ് സ്ട്രക്ചേഴ്സ് ഉള്ള ബിൽഡിങ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ കാണുന്നതൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 1900s എത്തിയ ഒരു ഫീൽ ആയിരിക്കും. കാരണം ആ ഒരു ടൈപ്പ് ബിൽഡിങ്ങും അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അതിന് വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഭംഗിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് പ്രധാനപ്പെട്ട വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കാൻ, MBBS പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ത്രൂ ആണ് എന്ത് ചെയ്യേണ്ടത്, അഡ്മിഷൻ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇനി എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ AMUവിൻ്റെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഇനി വേറെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് CUT ത്രൂവും പിന്നെ AMUവിൻ്റെ സ്പെഷ്യൽ എൻട്രൻസ് ത്രൂ ആണ് അവിടേക്കുള്ള അഡ്മിഷൻസ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ AMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.